الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ആരാധനകൾ, അതിൻ്റെ എല്ലാ ഇനങ്ങളും അത് മുഴുവനായും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ തൗഹീദ് പൂർണ്ണമാകുന്നത്. എന്നാൽ അല്ലാഹുവിന് പുറമെ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും മരണപ്പെട്ടുപോയ ശൈഖുമാരെയും ബീബിമാരെയും തങ്ങന്മാരെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ജനതയാണ് നമുക്ക് മുൻപിലുള്ളത്. അവരുടെ ഈ പ്രവർത്തനത്തെ നാം തിരുത്തുന്ന സന്ദർഭത്തിൽ, അതിനെക്കുറിച്ച് നാം ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ അവർ പറയാറുള്ളത്, ഞങ്ങൾ ചെയ്യുന്നതൊന്നും ശിർക്കല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ വിഷയത്തിൽ അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകൾ അത് ഞങ്ങളുടെ മേൽ അന്യായമായി നിങ്ങൾ കെട്ടിവെക്കുകയാണ്, ഞങ്ങൾക്കെതിരെ ശിർക്ക് ആരോപിക്കുകയാണ്, ഇത് സ്വാലിഹീങ്ങളോടുള്ള മഹബ്ബത്താണ്, സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ശിർക്കിനെ ന്യായീകരിക്കുന്നതായി, അതിന് ന്യായം കണ്ടെത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് വ്യവച്ഛേദിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അത് വിശദീകരിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ചെറു കൃതിയാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയിട്ടുള്ള അൽ ഖവാഇദുൽ അർബഅ, 4 അടിസ്ഥാന തത്വങ്ങൾ എന്ന ചെറിയ കൃതി. അത് മുഴുവനായും വായിക്കുക എന്നതല്ല നാം ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആ 4 അടിസ്ഥാന തത്വങ്ങൾ അത് ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഷെയ്ഖ് റഹിമഹുല്ലാ ആദ്യമായി ആ ഗ്രന്ഥം വായിക്കുന്ന, അത് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്നൽ ഹനീഫിയ്യത മില്ലത ഇബ്രാഹിം അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. ആദ്യമായി അദ്ദേഹം നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് എന്താണ് ഹനീഫിയ്യത്ത്. നാം പലതവണ പലയാവർത്തി കേട്ട വാചകമാണ് അൽ ഹനീഫിയ്യ. എന്താണ് ഹനീഫിയ്യത്ത് എന്ന് പറഞ്ഞാൽ? അറബി ഭാഷയിൽ അൽ ഹനീഫിയ്യത്ത് എന്ന പദം അത് ഹനഫ് എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഹനഫ് എന്ന് പറഞ്ഞാൽ കാലിന് വളവുള്ള, മുടന്തുള്ള ആളുകളെ റജുലുൻ അഹ്നഫ് എന്ന് പറയാറുണ്ട്. അഥവാ ചാനവൻ, ചെരിഞ്ഞവൻ എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. എന്നാൽ അൽ ഹനീഫിയ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയ്ഖ് പറഞ്ഞതുപോലെ അൻ തഅബുദല്ലാഹ വഹ്ദഹു മുഖ്ലിസൻ ലഹുദ്ദീൻ. നിന്റെ കീഴ്വണക്കം, നിന്റെ ദീൻ അത് അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ. നാം ഇതുപോലെ തന്നെ നാം അത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. മറ്റ് വഴികേടിൽ നിന്ന് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ശിർക്കിൽ നിന്ന് തൗഹീദിൻ്റെ മാർഗത്തിലേക്ക് ചാനവൻ, ചെരിഞ്ഞവൻ, അവനെയാണ് അൽ ഹനീഫ് എന്ന് വിളിക്കുന്നത്. ആ മാർഗത്തെയാണ് അൽ ഹനീഫിയ്യ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ഹനീഫായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതായി കാണാം. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജൂതനോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമ. അദ്ദേഹം ഹനീഫും മുസ്ലിമുമായിരുന്നു. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ. ഹനീഫ് എന്ന് പറഞ്ഞാൽ വഴികേടിൻ്റെ മാർഗത്തിൽ നിന്നും സത്യത്തിലേക്ക് ചാനവൻ, ചെരിഞ്ഞവൻ. ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചാനവൻ, ഷിർക്കിൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തൗഹീദിൻ്റെ മാർഗത്തിൽ നിലകൊണ്ടവൻ. അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് അദ്ദേഹം അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുകയാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. മറ്റൊരായത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തൻ്റെ പിതാവിനോട് പറയുകയാണ്, വൈദ് ഖാല ഇബ്രാഹിം ലി അബീഹി വ ഖൗമിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോടും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോടും അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി.
എന്താണ് പറഞ്ഞത്? ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യന്മാർ, അതിൽ നിന്ന് ഞാൻ ഒഴിവാണ്, എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച അള്ളാഹു ഒഴികെ ആ അള്ളാഹുവിൻ്റെ മുൻപിലാണ് എൻ്റെ ഇബാദത്തുകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നത്. ഇതാണ് അൽ ഹനീഫിയ എന്ന് പറഞ്ഞാൽ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആശയത്തെ ശക്തിപ്പെടുത്തലാണ്, അതിനെ ദൃഢപ്പെടുത്തലാണ് മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മില്ലത്തു ഇബ്രാഹിം അത് പിൻപറ്റുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് കൽപ്പിച്ചതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് പറയുന്നു, സുമ്മ ഔഹൈനാ ഇലൈക്, പിന്നീട് നാം മുഹമ്മദ് നബിക്ക് നിനക്ക് വഹി നൽകിയിരിക്കുന്നു, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗമായ ഹനീഫിയത്ത് താങ്കൾ പിൻപറ്റിക്കൊള്ളുക. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് ഹനീഫിയത്ത് എന്ന് പറയുന്നത് അത് ഇബ്രാഹിം നബിയുടെ മാത്രം മാർഗമല്ല, എല്ലാ അമ്പിയാക്കന്മാരുടെ മാർഗമാണ് അൽ ഹനീഫിയ, അഥവാ കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കി അവനെ ഇബാദത്ത് ചെയ്യുക. അതാണ് ഹനീഫിയത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ അമ്പിയാക്കന്മാരുടെ മാർഗവും അത് തന്നെയാണ്. മൂസ അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ മുഹമ്മദ് നബിയുടെയും ഈസ അലൈഹിസ്സലാമിൻ്റെയും എല്ലാ അമ്പിയാക്കന്മാരുടെ മാർഗവും ഹനീഫിയത്ത് തന്നെയാണ്. പിന്നീട് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആ മാർഗത്തെ ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ മറുപടി, വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന അറബികൾ അവർ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആളുകളാണ് എന്ന് വാദിച്ചവരാണ്. ഇബ്രാഹിം നബി ഞങ്ങളുടെ പൂർവ്വപിതാവാണ്, അദ്ദേഹത്തിൻ്റെ ആദർശത്തിലാണ് ഞങ്ങൾ എന്ന് വാദിച്ചവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അറബികൾ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹനീഫിയത്തിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്ത് പറഞ്ഞു. നിങ്ങളുടെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആദർശമായ ഹനീഫിയ അത് നിങ്ങളും മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന സൂചനയാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് ശേഷം വന്ന അമ്പിയാക്കന്മാരുടെയെല്ലാം ഒരു ഇമാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ഈ തൗഹീദിൻ്റെ മാർഗമായ ഹനീഫിയത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയുകയുണ്ടായി. മൂന്നാമത്തെ ഒരു അഭിപ്രായമായി പണ്ഡിതന്മാർ പറയുകയാണ്, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ഈ ഹനീഫിയത്ത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ്. അഥവാ തൗഹീദിനു വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ച പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പിതാവ് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികളുമെല്ലാം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. പ്രായമേറെയായതിനു ശേഷം അള്ളാഹു അദ്ദേഹത്തിനൊരു മകനെ നൽകി. ആ മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കുന്നതിന് വേണ്ടി അള്ളാഹു സ്വപ്നത്തിലൂടെ അറിയിച്ചപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി തുനിയുകയാണ്. അങ്ങനെ കീഴ്വണക്കം മുഴുവൻ അള്ളാഹുവിനാക്കിക്കൊണ്ട് അള്ളാഹുവെ മാത്രം ഇബാദത്ത് ചെയ്ത ആ ഹനീഫിയത്ത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹനീഫിയത്ത് എന്ന ആ മാർഗത്തെ ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് ഈ ഹനീഫിയ അതെന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ശൈഖ് റഹിമഹുല്ലാ ആദ്യമായി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഇദാ അറഫ്ത, എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് തെളിവായി ഉദ്ധരിക്കുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹു മനുഷ്യ ജിന്ന് വർഗത്തെ സൃഷ്ടിച്ചത് അത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. മനുഷ്യരെ സൃഷ്ടിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം അത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് അതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ശൈഖ് പറയുന്നു ഫഇദാ അറഫ്ത അന്ന അല്ലാഹ ഖലഖക ലിഇബാദതിഹി, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നീ മനസ്സിലാക്കിയാൽ, എന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ തിരിച്ചറിയുക, ഫഅലം അന്നൽ ഇബാദത ലാ തുസമ്മ ഇബാദതൻ ഇല്ലാ മഅ തൗഹീദ് കമാ അന്ന സ്വലാത ലാ തുസമ്മ സ്വലാതൻ ഇല്ലാ മഅ ത്വഹാറ. അദ്ദേഹം പറയുകയാണ്, ഒരു ഇബാദത്തിനെ അതിനെ ഇബാദത്ത് എന്ന് പേര് വിളിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ തൗഹീദ് ഉണ്ടായിരിക്കണം. ഏതുപോലെയാണത്? ഒരു നമസ്കാരത്തെ നമസ്കാരം എന്ന് പേര് വിളിക്കണമെങ്കിൽ അവന് ശുദ്ധിയുള്ളവനായിരിക്കണം എന്നതുപോലെ ഒരു വ്യക്തി ചെയ്യുന്ന ഇബാദത്തിനെ ഇബാദത്ത് എന്ന് പേര് വിളിക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ
അവൻ്റെ കൂടെ തൗഹീദ് ഉണ്ടായിരിക്കണം എന്ന് ഷെയ്ഖ് റഹിമഹുള്ള നമുക്ക് പഠിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായ ഉദാഹരണമാണ് ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തി വുളൂ ഇല്ലാതെ നമസ്കരിക്കുക എന്നത് അത് നമുക്കെല്ലാവർക്കും അറിയാം, അത് അങ്ങേയറ്റം വലിയ തെറ്റാണ്. കാരണം വുളൂ എന്നത് അത് നമസ്കാരത്തിൻ്റെ ഷർത്താണ്. വുളൂ ഇല്ലാത്തവരെ നമസ്കാരമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഒരു വ്യക്തി അവൻ രാത്രി ദീർഘമായി നമസ്കരിച്ചു, രാത്രി കുറേ നേരം നമസ്കരിക്കുകയാണ്, സുജൂദുകളും റുകൂഉകളും എല്ലാം ദീർഘമായി നമസ്കരിക്കുകയാണ്. പക്ഷേ അവന് വുളൂ എടുത്തിട്ടില്ല എങ്കിൽ, അവന് ശുദ്ധി വരുത്തിയിട്ടില്ല എങ്കിൽ അവൻ്റെ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നത് പണ്ഡിത ലോകത്ത് ഇജ്മാ ഉള്ള കാര്യമാണ്, ഏകാഭിപ്രായമാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തി അവൻ ഇബാദത്തുകൾ അനുഷ്ഠിക്കുകയാണ്, അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവൻ ഇബാദത്തിലായി ജീവിക്കുകയാണ്. പക്ഷേ അവൻ മരിക്കുന്നതിൻ്റെ തൊട്ടു മുൻപ് അവൻ ശിർക്ക് ചെയ്താൽ, അവന് ശിർക്ക് സംഭവിച്ചാൽ അവൻ ചെയ്തതെല്ലാം ബാത്തിലായി പോവുകയാണ്, നിഷ്ഫലമായി പോവുകയാണ്. ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ മുവഹിദായിരിക്കണം, തൗഹീദുള്ളവനായിരിക്കണം എന്നാണ് ഷെയ്ഖ് റഹിമഹുള്ള ഇതിലൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇദാ ദഖല ശിർകു ഫിൽ ഇബാദത്തി ഫസദത്. ഒരു ഇബാദത്തിൽ അതിലേക്ക് ശിർക്ക് പ്രവേശിച്ചാൽ അത് ആ ഇബാദത്തിനെ ബാത്തിലാക്കി കളയുന്നതാണ്, അതിനെ നിഷ്ഫലമാക്കി കളയുന്നതാണ്. ഏതുപോലെയാണ്? കൽ ഹദഫി ഇദാ ദഖല ഫി ത്വഹാറ. ഒരു വ്യക്തി അദ്ദേഹം ശുദ്ധിയായി, അങ്ങനെ ആ ശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന വല്ല കാര്യവും അതിലേക്ക് പ്രവേശിച്ചാൽ, അവൻ്റെ ശുദ്ധി നഷ്ടപ്പെട്ടാൽ, അത് നഷ്ടപ്പെടുന്നത് പോലെ ഇബാദത്തിൽ ശിർക്ക് പ്രവേശിച്ചാൽ അത് ആ ഇബാദത്തിനെ കേടുവരുത്തുന്നതാണ്, അതിനെ നിഷ്ഫലമാക്കുന്നതാണ് എന്ന് ഷെയ്ഖ് റഹിമഹുള്ള അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പിന്നീട് പറയുന്നത് ശിർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ 3 അപകടങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അപകടം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിൻ്റെ അപകടമായി, അതിൻ്റെ ഏറ്റവും വലിയ അപകടമായി ഒന്നാമതായി പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തി ശിർക്കിലായി മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് പുറത്തു കൊടുക്കുകയില്ല. ഈ ആയത്തുകൾ നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് ആയത്ത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത്, അവനിൽ ശിർക്ക് വെക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്നാൽ ആ ശിർക്കിന് താഴെയുള്ളത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. അതുകൊണ്ട് ശിർക്ക് എന്ന് പറയുന്നത്, ആ ശിർക്കിലായി മരണപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതവന് പുറത്തു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്തുണ്ട്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. അപ്പോൾ ഈ 2 ആയത്തുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എങ്ങനെയാണ്? കാരണം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് അത് ദുനിയാവിൽ വെച്ച് തൗബ ചെയ്താൽ, മരിക്കുന്നതിന് മുൻപ് തൗബ ചെയ്താൽ അല്ലാഹു പൊറുക്കാത്ത ഒരു പാപവുമില്ല. അത് ശിർക്കാകട്ടെ കുഫ്റാകട്ടെ എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്കിനെ കുറിച്ച് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ആ ശിർക്കിലായി മരണപ്പെട്ടാൽ അവൻ തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അതല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശിർക്കിൻ്റെ രണ്ടാമത്തെ അപകടം എന്താണ്? അവർ നരകത്തിൽ ശാശ്വതരായിരിക്കും, അവർ സ്വർഗം നിഷിദ്ധമാണ്. അല്ലാഹു പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അവൻ്റെ മേൽ അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. അവൻ്റെ സങ്കേതം എവിടെയാണ്? വമഅവാഹുൻ നാർ. അവൻ നരകത്തിലായിരിക്കും, അതാണ് അവൻ്റെ സങ്കേതമെന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ശിർക്കിൻ്റെ മൂന്നാമത്തെ അപകടമായി ഷെയ്ഖ് പറയുകയാണ്, ശിർക്ക് ചെയ്തവൻ അതല്ലെങ്കിൽ ഇബാദത്തിലേക്ക് ശിർക്ക് പ്രവേശിച്ചാൽ അത് അവൻ്റെ എല്ലാ ഇബാദത്തുകളെയും അത് ബാത്തിലാക്കി കളയും, അത് നിഷ്ഫലമാക്കി കളയുന്നതാണ്. മുഹമ്മദ് നബിയോടായി അല്ലാഹു പറയുകയാണ്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിൽ പോലും താങ്കളുടെ അമലുകൾ അത് നിഷ്ഫലമായി പോകും, അത് ബാത്തിലായി പോകും. അതുപോലെ സൂറത്തുൽ അൻആം അതിൽ 18ഓളം പ്രവാചകന്മാരെ കുറിച്ച്, നബിമാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അത് നിഷ്ഫലമായി പോകുമായിരുന്നു, അത് ബാത്തിലായി പോകുമായിരുന്നു. ഈ ആയത്തിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കരുത്? അമ്പിയാക്കന്മാർക്ക് ശിർക്ക് സംഭവിക്കും, അല്ലെങ്കിൽ അവരിൽ ശിർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാടില്ല. മറിച്ച് ശിർക്കിൻ്റെ ഗൗരവം അത് ഉണർത്തുന്നതിന് വേണ്ടി അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതാരിൽ നിന്ന് സംഭവിച്ചാലും അത് അവരുടെ അമലുകളെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ സ്വീകരിച്ചത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് ശൈഖ് പറയുകയാണ്,
അറഫ്ത അന്ന അഹമ്മ മാ അലൈക മഅരിഫതു ദാലിക്. ശിർക്കിന്റെ ഗൗരവം നാം മനസ്സിലാക്കി, അതിന്റെ 3 ഗൗരവം അപകടങ്ങൾ നാം മനസ്സിലാക്കി. അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി അവൻ ശിർക്കിനെ കുറിച്ച് പഠിക്കും. എന്താണ് ശിർക്ക്, ശിർക്കിന്റെ അപകടങ്ങൾ എന്താണ്, ശിർക്ക് കടന്നു വരുന്ന വഴികൾ എന്താണ് എന്നവനെ അവൻ പഠിക്കുക എന്നത് അവനെക്കുറിച്ച് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിന്നെ ഈ ശിർക്കിന്റെ കെണിയിൽ നിന്ന്, അതിന്റെ വലയത്തിൽ നിന്നും അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കണം, അത് പഠിക്കണം എന്നാണ് ശൈഖ് റഹിമഹുല്ല നമ്മോട് ഉപദേശിക്കുന്നത്. അത് തെളിവുകൾ സഹിതം നാം പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനുള്ള ചില അടിസ്ഥാന തത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശിർക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോൾ തൗഹീദിന്റെ വെളിച്ചം, അതിന്റെ പ്രകാശം അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നതാണ്. മഹാനായ സഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖൈർ. ജനങ്ങളൊക്കെ റസൂലിനോട് നന്മയെക്കുറിച്ച്, ഖൈറിനെക്കുറിച്ച് ധാരാളമായി ചോദിക്കാറുണ്ട്, നന്മയുടെ മാർഗങ്ങൾ, അതിനുള്ള വഴികളെക്കുറിച്ചൊക്കെ. അദ്ദേഹം പറയുകയാണ്, വകുൻതു അസ്അലുഹു അനിശ്ശർ, ഞാൻ തിന്മയെക്കുറിച്ചാണ് ചോദിക്കാറുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്, മഖാഫത അൻ യുദ്രികനി, ആ തിന്മ എന്നെ പിടികൂടുമോ, ഞാൻ അതിൽ അകപ്പെട്ടു പോകുമോ എന്ന ഭയം കൊണ്ട് ഞാൻ തെറ്റുകളെക്കുറിച്ച് ഞാൻ ചോദിക്കാറുണ്ട്, ഞാനത് പഠിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇന്ന് മഹാനായ സഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു കവി പറഞ്ഞതായി കാണാം, അറഫ്തു ശർറ ലാ ലിശ്ശർരി വലാകിൻ ലിതവഖീഹ് വമൻ ലാ യഅരിഫു ശർറ മിനൻ നാസി യഖഅ ഫീഹ്. ഞാൻ ഷർറിനെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് ഞാൻ പഠിച്ചു, അതിനെക്കുറിച്ച് മനസ്സിലാക്കി. എന്തിനു വേണ്ടിയാണ്? ലാലി ശർരി, ആ ഷർറിന്റെ, അതിന്റെ വക്താവാകുവാൻ, അതിന്റെ പ്രചാരകനാകുവാനല്ല, മറിച്ച് അതിൽ നിന്നൊരു സംരക്ഷണം ഒരുക്കുവാൻ, അതിൽ നിന്നൊരു കവചമൊരുക്കുന്നതിന് വേണ്ടി ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഷർറിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അതിലറിയാതെ അതിൽ പെട്ടുപോയേക്കാം. അദ്ദേഹം അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തൗഹീദ് മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ കാലത്തുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ വിശ്വാസം എന്തായിരുന്നു, അവരവരുടെ ആരാധ്യന്മാരെ കുറിച്ച് അവർ വിശ്വസിച്ചു പോകുന്നത് എന്താണ് എന്ന് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ അടിസ്ഥാനമായി ശൈഖ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, അൽ ഖാഇദത്തുൽ ഊല. എന്താണ്? അൻ തഅലമ أن الكفار الذين قاتلهم رسول الله صلى الله عليه وسلم مقرون بأن الله تعالى هو الخالق المدبر وأن ذلك لم يدخلهم في الإسلام. شيخ رحمه الله പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഫാറുകൾ, മുശ്രിക്കുകളായ ആളുകൾ, അവരെന്ത് വിശ്വസിച്ചിരുന്നു? അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതവരെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കാൻ മതിയായതായിരുന്നില്ല. റസൂലുള്ളാഹി അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം നീ അറിഞ്ഞുകൊള്ളുക. എന്നിട്ട് അതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. നബിയെ, താങ്കൾ മക്കയിലുണ്ടായിരുന്ന ആ മുശ്രിക്കുകളോട് അവരോട് ചോദിച്ചു കൊള്ളുക, ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവനാരാണ്, ഉപജീവനം നൽകുന്നവനാരാണ്? അതുപോലെ അമ്മൻ യംലികു സ്സംഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയുമെല്ലാം അധീനപ്പെടുത്തുന്നതാരാണ്? അതുപോലെ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവനാരാണ്? അല്ലേ, ജീവനില്ലാത്ത പാറയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് അള്ളാഹു ജീവനുള്ള പക്ഷികളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാണെന്ന് അവരോട് ചോദിക്കുക. അതുപോലെ വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവനാരാണ്? ജീവനുള്ള പക്ഷികളിൽ നിന്ന് ജീവനില്ലാത്ത മുട്ട വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാരാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന കുഫാറുകളോട്, മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരെന്താണ് പറയുക? അതുപോലെ വമൻ യുദബ്ബിറുൽ അംർ, ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാരാണ്? ആകാശഭൂമികളുടെ നിയന്ത്രണം അതാർക്കാണ് എന്നവരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? ഫസയഖൂലൂന അല്ലാഹ്, ഇതെല്ലാം ചെയ്യുന്നതാരാണ്? അള്ളാഹുവാണ് എന്ന് മക്കയിലുണ്ടായിരുന്ന അവർ പറയുമായിരുന്നു. ഫഖുൽ, എങ്കിൽ നബിയെ അവരോട് പറഞ്ഞുകൊള്ളുക, അഫലാ തത്തഖൂൻ, ഇതൊക്കെ ചെയ്യുന്നത് അള്ളാഹുവാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കാത്തത്? ആ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം നൽകാത്തതെന്തേ എന്നവരോട് താങ്കൾ ചോദിച്ചു കൊള്ളുക. അതുകൊണ്ട് തൗഹീദിന്റെ ഈ ഒരു ഇനം റുബൂബിയ്യ, തൗഹീദിനെ 3 തിരിച്ചതായി കാണാം. പണ്ഡിതന്മാർ തൗഹീദിനെ 3 ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്?
ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും തെളിവുകൾ അത് വിശദമായി പരിശോധിച്ച് പഠിച്ചതിന് ശേഷം തൗഹീദ് അത് 3 ഇനങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യ, അഥവാ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഇഫ്രാദുല്ലാഹി തആല ബി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. സൃഷ്ടിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ അള്ളാഹുവിനെ ഏകനാക്കുക. ഈ ഒരു വിഷയത്തിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ തൗഹീദിൻ്റെ രണ്ടാമത്തെ ഇനമുണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യ, നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അതിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവർക്ക് പിഴവ് പറ്റിയിരുന്നു. അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ നൽകിയിരുന്നു. ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും എന്നിങ്ങനെ തുടങ്ങി സാലിഹീങ്ങളെയും ഒക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. അവർക്ക് തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ അവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അടിസ്ഥാനം എന്താണ്? മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്, അവരവരുടെ ആരാധ്യന്മാരെ കുറിച്ച് എന്താണ് വിശ്വസിച്ചത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ തൗഹീദ് റുബൂബിയ്യ അംഗീകരിച്ചിരുന്നു എന്ന് നാം പറഞ്ഞു. പക്ഷേ റസൂൽ അവരെ മുസ്ലിമീങ്ങളായി പരിഗണിച്ചില്ല. അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ റസൂൽ അവരോട് യുദ്ധം ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. ഇത് തന്നെ അവർ മുസ്ലിമീങ്ങളല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. മറ്റൊരായത്തിൽ മക്ക മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അവനിൽ പങ്കു ചേർത്തവരായിക്കൊണ്ടാണ്. അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവരിൽ പങ്കു ചേർത്തുകൊണ്ടാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, മിൻ ഈമാനിഹിം, അള്ളാഹുവിലുള്ള അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാഅ വമൻ ഖലഖൽ അർദ വമൻ ഖലഖൽ ജിബാൽ, ആകാശഭൂമികളെയും പർവ്വതങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അള്ളാഹുവാണ്. ഇതായിരുന്നു അവരുടെ അള്ളാഹുവെ കുറിച്ചുള്ള വിശ്വാസം. അതോടൊപ്പം അവരെന്താക്കിയിരുന്നു? അള്ളാഹു നൽകേണ്ട ഇബാദത്തുകളിൽ മറ്റുള്ളവർക്ക് അത് വകവെച്ചു കൊടുത്തിരുന്നു, അവരെ പങ്കു ചേർത്തിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മക്കയിലുണ്ടായിരുന്ന ഈ മുശ്രിക്കുകൾ അവർ തൗഹീദ് റുബൂബിയ്യ അംഗീകരിച്ചിരുന്നു എന്ന് നാം പറഞ്ഞു. അവർ അംഗീകരിച്ചിരുന്ന ഈ തൗഹീദ് മുൻനിർത്തിക്കൊണ്ട് അവർക്ക് പിഴവ് പറ്റിയ തൗഹീദുൽ ഉലൂഹിയ്യ അത് അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതായി കാണാം. ഈ ഒരു ശൈലി വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതാരാണ് എന്നവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അള്ളാഹുവാണ് അത് സൃഷ്ടിച്ചത് എന്നവർ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പറയും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഖുൽ, നബിയെ അവരോട് പറഞ്ഞുകൊള്ളുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വസ്തുക്കൾ, അവയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരിഹി, അള്ളാഹു എനിക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് നീക്കം ചെയ്യാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് കഴിയുമോ? അതല്ലെങ്കിൽ ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി, അള്ളാഹു എനിക്കൊരു അനുഗ്രഹം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ആ അനുഗ്രഹത്തെ പിടിച്ചു വെക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് കഴിയുമോ എന്ന് അവരോട് ചോദിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബിയോട് പറയാനായി അവിടുന്ന് കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള ആയത്താണ്, യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അല്ലയോ ജനങ്ങളെ, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ള ആളുകളെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്നിട്ട് പറയുകയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ, അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? നിങ്ങൾക്ക് ഭൂമിയെ ഒരു മെത്തയാക്കി തന്നിരിക്കുന്നു, അതുപോലെ ആകാശത്തെ അവൻ മേൽപ്പുരയാക്കിയിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്നും അള്ളാഹു മഴ വർഷിപ്പിച്ചിരിക്കുന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അങ്ങനെ ആ മഴ മുഖേന നിങ്ങൾക്ക് സസ്യങ്ങളും പഴങ്ങളുമൊക്കെ അവൻ മുളപ്പിച്ചു തന്നിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളാണ്, റുബൂബിയ്യത്തിൻ്റെ തെളിവുകളാണ്. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതൊക്കെ അറിയുന്നവരായിട്ടും നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണോ? നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു അവരെ വിലക്കുകയാണ്. ശിർക്കിനെ തൊട്ടുള്ള താക്കീത് അവർക്ക് നൽകുകയാണ്. അതുകൊണ്ട്
തൗഹീദുൽ റുബൂബിയ്യത്തിൻ്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് തൗഹീദുൽ ഉലൂഹിയ പഠിപ്പിച്ചു കൊടുക്കുക, ആ ഒരു ശൈലി നമുക്കും സ്വീകരിക്കാവുന്നതാണ്. ഇനി മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരവരുടെ ആരാധ്യന്മാരെ കുറിച്ച് വിശ്വസിച്ചതെന്താണ്? അവർ അള്ളാഹുവിനെ പോലെ സ്വതന്ത്രമായി കഴിവുള്ളവരാണ്, അള്ളാഹുവെ പോലെ സൃഷ്ടിക്കുന്നവനാണ്, ഉപജീവനം നൽകുന്നവനാണ് എന്നൊക്കെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നോ? ഇല്ല. അവരുടെ തെൽബിയത്ത്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവർ തൽബിയത്ത് ചൊല്ലുകയാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം കേട്ട് ഞങ്ങളിതാ വന്നിരിക്കുന്നു, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അള്ളാഹുവെ നിനക്കൊരു പങ്കുകാരുമില്ല. റസൂലുള്ളാഹി പറയുകയാണ് നിങ്ങൾ അവിടെ നിർത്തണം. പക്ഷേ അവരവിടെ നിർത്തിയില്ല. അവർ പറയുകയാണ് ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ. ആ പങ്കുകാരൻ്റെ പ്രത്യേകത എന്താണ്? ഹുവ ലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്, അത് നിന്റെ അധീനതയിലുള്ളതാണ്. തംലികുഹു വമാ മലക്, ആ പങ്കുകാരൻ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവെ നീയാണ്. അഥവാ ആ പങ്കുകാരന് എന്താണ്? സ്വതന്ത്രമായി കഴിവുള്ളവനായിരുന്നില്ല, അത് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ്, അള്ളാഹു നൽകിയ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വിശ്വാസം തന്നെയായിരുന്നു മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ തെൽബിയത്തിൽ അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലും ശിർക്കുമായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, വഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരോട് ചോദിക്കുമ്പോൾ അവരെന്താണ് പറയുക? ഞങ്ങൾ അള്ളാഹുവിനെ പോലെ സ്വതന്ത്രനായ ഒരു ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് എന്നാണ് അവർ പറയാറുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ ന്യായം മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് രണ്ട് വിഭാഗം ആളുകളും അവർ എന്താണ്? അവരുടെ ആരാധ്യന്മാർക്ക് സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടില്ല, അപ്പോൾ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ് രണ്ടു കൂട്ടരും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളക്കരയിൽ ഒരു ദാരിമി അദ്ദേഹം പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹം പറയുകയാണ്, മുഹീദ്ദീൻ ഷെയ്ഖ്, അദ്ദേഹം വെറും മുഹീദ്ദീൻ ഷെയ്ഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, അഥവാ മുഹീദ്ദീൻ ഷെയ്ഖ് അള്ളാഹുവിനെ പോലെ സ്വതന്ത്രമായ കഴിവുള്ളവനാണെന്നോ എന്നൊന്നും വിശ്വസിക്കാതെ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഒരാൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നൊരാൾ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മുഹീദ്ദീൻ ഷെയ്ഖിനെ കേരളക്കരയിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്ന ആ വലിയ ശിർക്കിൻ്റെ ന്യായമായി അവർ പറയുന്നത് എന്താണ്? മുഹീദ്ദീൻ ഷെയ്ഖിന് സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാത്തത് കൊണ്ട് അത് ശിർക്കല്ലാതാകുമോ? ഇല്ല. മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാരെ കുറിച്ച് പറഞ്ഞ അതേ ന്യായം അതാണ് ഇന്നുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം അത് നമ്മൾ പഠിക്കണം. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരെന്തായിരുന്നു വിശ്വസിച്ചത് എന്ന കാര്യം. ഇനി മക്കയിലെ മുശ്രിക്കുകൾ അവർ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശാൻ വന്നവരാണ്, മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദിൻ്റെ ആളുകളാണ് എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, മറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്കുള്ള ഒരു ആക്ഷേപമാണത്. നിങ്ങൾ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചിട്ടും, അഥവാ അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് നിയന്താവ്, അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, റിസ്ക് നൽകുന്നത് എന്ന് അംഗീകരിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നില്ല? അത് അവർക്കെതിരെയുള്ള ഒരു ആക്ഷേപമാണ്. ഇത് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എത്രയോ സ്ഥലത്ത് പറഞ്ഞതാണ് മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യം. അതാണ് ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ അവർ റുബൂബിയ്യത്ത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ ആളുകളും, എല്ലാ വിഭാഗവും അംഗീകരിച്ചു എന്നല്ല. അവരിൽ ചില ആളുകൾക്കൊക്കെ, ചില വിഭാഗങ്ങൾക്ക് റുബൂബിയ്യത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് പിഴവ് പറ്റിയിരുന്നു എന്ന് മനസ്സിലാക്കുക. അതുപോലെ റുബൂബിയ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളും അവർ അംഗീകരിച്ചു എന്നുമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് റുബൂബിയ്യത്തിൻ്റെ സൃഷ്ടിക്കുക, അതുപോലെ നിയന്ത്രിക്കുക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് അംഗീകരിച്ചിരുന്നു. അവർക്ക് ചില വിഷയത്തിൽ പിഴവുകൾ പറ്റിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ അടിസ്ഥാനമായി ഷെയ്ഖ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, നിയന്ത്രിക്കുന്നത്, റിസ്ക് നൽകുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ രണ്ട് ന്യായങ്ങളാണ് പറയുക. അതാണ് അടുത്തതായി ഷെയ്ഖ് പറയുന്നത്. എന്താണ്? അന്നഹും യഖൂലൂൻ, അവർ പറയും, മക്കയിലെ മുശ്രിക്കുകൾ, ശിർക്കിൻ്റെ ആളുകൾ, അവർ പറയും, മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിതലബിൽ ഖുർബത്തി വശഫാഅ, ഞങ്ങൾ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരിലേക്ക് ഞങ്ങൾ തിരിയുന്നത്, അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്,
അതല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് നാളെ ശുപാർശ ചെയ്യും, അതിനു വേണ്ടിയാണ് ഞങ്ങൾ അവരിലേക്ക് തിരിയുന്നത് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞ ഒന്നാമത്തെ ന്യായം അതാണ്. അള്ളാഹു പറഞ്ഞു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ അഥവാ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ മിത്രങ്ങളെ സ്വീകരിച്ചവർ അവരെന്താണ് പറയുന്നത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്നതിന് വേണ്ടി, ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ആരാധ്യന്മാരെയൊക്കെ സ്വീകരിച്ചത് എന്ന് അവർ പറയുമായിരുന്നു എന്ന് നമുക്ക് കാണാം. അഥവാ അവർ ആരാധിച്ചിരുന്ന അമ്പിയാക്കന്മാർ, വിഗ്രഹങ്ങൾ, അവരൊക്കെ അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്നവരാണ് എന്നവർക്ക് വിശ്വാസമില്ല. മറിച്ച് അള്ളാഹുവിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു മാർഗമായി ഞങ്ങൾ സ്വീകരിച്ചതാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് പറയുന്നത്. നമ്മളൊക്കെ പാപികളാണ്, ദോഷികളാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റുകയില്ല. ഉന്നതനായ മഹാനായ അള്ളാഹുവിൻ്റെ മുൻപിൽ പാപികളായ നമ്മുടെ ചോദ്യത്തിന് എന്ത് വിലയാണുള്ളത്? അതുകൊണ്ട് അള്ളാഹുവുമായി സാമീപ്യം സൃഷ്ടിച്ച ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും മശായിഖന്മാരോടും ഒക്കെ ചോദിക്കുകയും അവർ അള്ളാഹുവിൽ നിന്ന് നമുക്കത് നേടിത്തരികയും ചെയ്യും എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വൃത്തികെട്ട പല ഉദാഹരണങ്ങളും നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അള്ളാഹുവെ ഒരു മുഖ്യമന്ത്രിയോട് ഉപമിച്ചവരുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ അടുക്കലേക്ക് നമ്മുടെ കാര്യങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണമെങ്കിൽ പല കടമ്പകളും കടക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റുകയില്ല. അള്ളാഹുമായി അടുത്ത ആളുകൾ, അള്ളാഹുമായി സാമീപ്യം സൃഷ്ടിച്ചവർ, അവരിലൂടെയാണ് നാം അള്ളാഹുവിലേക്ക് എത്തേണ്ടത്, അവരോടാണ് നാം ചോദിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകൾ. അതല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറുമായി അതിനെ ഉപമിച്ചവരുണ്ട്. ഒരു ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ നേരിട്ട് കണക്ഷൻ കൊടുത്താൽ അത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെയല്ല കൊടുക്കേണ്ടത്, അതിന് പല പല വഴികളുണ്ട് എന്ന് ഉദാഹരിച്ച ആളുകളുണ്ട്. ചില ആളുകൾ അവർ പറഞ്ഞത് എന്താണ്? ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉത്തരം കിട്ടുക. അത് KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്. അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് എത്തിയാലെത്തി, കിട്ടിയാൽ കിട്ടി, ഉറപ്പൊന്നുമില്ല. എന്നാൽ ഔലിയാക്കന്മാരോട് ചോദിച്ചാലോ അത് ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ പറഞ്ഞു വെച്ചതാണ്, ഇതൊന്നും മറക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള ആളുകൾ അവർ അള്ളാഹുവിനെ വൃത്തികെട്ട പല ഉപമകളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും യഥാർത്ഥമായ തൗഹീദ് അതിലേക്ക് അവരെ നാം ക്ഷണിക്കുകയുമാണ് ചെയ്യേണ്ടത്. അവർ രണ്ടാമതായി പറഞ്ഞ ന്യായം എന്താണ്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, വയഅ്ബുദൂന മിൻ ദൂനില്ലാ, അവർ അള്ളാഹു അല്ലാത്തവർക്ക് പുറമെ ധാരാളം വസ്തുക്കളെ, കാര്യങ്ങൾ അവർ ആരാധിച്ചു. മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത കാര്യങ്ങളെ അവരോടാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അവയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. വയഖൂലൂൻ, എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ നാളെ പരലോകത്ത് നമുക്ക് ശുപാർശക്കാരായി ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ കൊടുത്തിട്ട് അതിലുള്ള ന്യായം എന്താണ്? ഇവർ നാളെ പരലോകത്ത് നമുക്ക് ശുപാർശ പറയും എന്നാണ് അവർ ന്യായമായി പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുത്താൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നാളെ ശുപാർശ ലഭിക്കുകയില്ല. ആർക്കാണ് ശഫാഅത്ത് ലഭിക്കുന്നത്? ആർക്കാണ് ശഫാഅത്തിന്റെ ആളുകൾ? ആരാണ്? തൗഹീദുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉത്തരം ലഭിക്കുമെന്ന ഉറപ്പുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ നബിമാരും അത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർ അത് നിർവഹിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, വഇന്നി ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി, ഞാൻ ആ പ്രാർത്ഥന അത് നാളെ ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? എൻ്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുന്നതിന് വേണ്ടി. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻഹും ലാ യുശ്രികു ബില്ലാഹി ശൈഅ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടവരാരുണ്ടോ അവർക്ക് എൻ്റെ ശുപാർശ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ശുപാർശ ലഭിക്കുന്നത് ആർക്കാണ്? ശിർക്കിലല്ലാതെ മരണപ്പെട്ടവർക്കാണ്. ഇത് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ കൊടുക്കുകയും എന്നിട്ട് നാളെ അവർ ശുപാർശ ചെയ്യുമെന്ന് പറയുന്നത് അത് വൈരുദ്ധ്യമാണ്. അത്തരക്കാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്കും അള്ളാഹുവിനുമിടയിൽ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ നമുക്കും അള്ളാഹുവിനുമിടയിൽ ഒരു മധ്യവർത്തികളുടെ, ഒരു ഇടയാളന്മാരുടെ ആവശ്യമില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ, ഇസ്ലാമിന്റെ വിശ്വാസം. അതാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അതിൻ്റെ ഇടയിൽ മധ്യവർത്തികളുടെ ആവശ്യമില്ല. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം നവാഖിലുൽ ഇസ്ലാമിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത,
ആരെങ്കിലും അള്ളാഹുവിനും അവനുമിടയിൽ മധ്യവർത്തികളെ, ഇടയാളന്മാരെ നിശ്ചയിക്കുകയും എന്നിട്ട് യദ്ഉഹും അവരോട് പ്രാർത്ഥിക്കുകയും വയസ്അലുഹുമുശ് ശഫാഅ അവരോട് ശഫാഅത്ത് ചോദിക്കുകയും വയതവക്കലു അലൈഹിം അവരിൽ ബരമേൽപ്പിക്കുകയും ചെയ്താൽ കഫറ ഇജ്മാഅൻ അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നത് ഇജ്മാഉള്ള വിഷയമാണ്. അതിൽ പണ്ഡിതന്മാർക്കെന്തില്ല, അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ, ആ ഇബാദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇനങ്ങളുണ്ട്. പ്രാർത്ഥനയുണ്ട്, സഹായദാനമുണ്ട്, നമ്മുടെ ഖൗഫുണ്ട്, ഭയമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഏത് ഇബാദത്തായിക്കൊള്ളട്ടെ അത് നാം നൽകുമ്പോൾ നമുക്കും അള്ളാഹുവിനുമിടയിൽ മധ്യവർത്തികളെ നിശ്ചയിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യം ഇല്ല. അതാണ് ഇസ്ലാമിൻ്റെ ശരിയായ രൂപം, അതാണ് എന്ന് നാം മനസ്സിലാക്കുക, പഠിക്കുക. എന്നാൽ നമ്മുടെ നാട്ടിൽ മദ്ഹ്, അതല്ലെങ്കിൽ തവസ്സുൽ, ഇസ്തിഗാസ, ഇസ്തിശ്ഫാ, മഹബ്ബത്തു സാലിഹീൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പല രൂപത്തിലും ശിർക്ക് ആളുകളിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തവസ്സുലാണ് എന്നാണ് പറയുന്നത്. എന്നിട്ടോ ചെയ്യുന്നത് എന്താണ്? പച്ചയായ ശിർക്കാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ അള്ളാഹുവിനും അവനുമിടയിൽ ആളുകളെ നിശ്ചയിക്കുകയും അവരോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത് ശിർക്ക് എന്നാണ് പറയുക. അതിനെങ്ങനെയാണ് തവസ്സുൽ എന്ന് പറയുക? അതുകൊണ്ട് ശിർക്ക് ചെയ്തിട്ട് ആളുകളെ പേര് മാറ്റിക്കൊണ്ട് അതിനെ പരിചയപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ പറഞ്ഞ രണ്ട് ന്യായങ്ങൾ എന്താണ്? അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ സ്വീകരിച്ചത്. നാളെ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളെ ശുപാർശ ചെയ്യും. ഇതേ ന്യായമാണ്. അതല്ലെങ്കിൽ ഇതിനോടൊപ്പം മറ്റു ന്യായങ്ങളും കൂട്ടിച്ചേർത്താണ് നമ്മുടെ നാട്ടിൽ ഇന്ന് ശിർക്കിൻ്റെ പ്രചാരകരായി അല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾ അവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരോട് ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ ആയത്തുകളും ഹദീസുകളുമൊക്കെ അതൊക്കെ മക്കയിലുണ്ടായിരുന്ന വിഗ്രഹാരാധകർ, അവരുടെ വിഷയത്തിലാണ് ഇതൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അവർ വിഗ്രഹങ്ങളെയാണ് ആരാധിക്കുന്നത്, കല്ലുകളെയും മരങ്ങളെയും ബിംബങ്ങളെയും ഒക്കെയാണ്. ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതാകട്ടെ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും അള്ളാഹുവിലേക്ക് അടുപ്പമുള്ള ആളുകളെയാണ്. അവരും ഞങ്ങളുമായി എങ്ങനെയാണ് യോജിക്കുക? അതിനുള്ള മറുപടിയാണ് മൂന്നാമത്തെ ഖാഇദയായി ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ളഹറ അലാ ഉനാസിൻ മുതഫർരിഖീന ഫി ഇബാദതിഹിം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് ആ ജനവിഭാഗം എങ്ങനെയുള്ളവരായിരുന്നു? അവർ വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ സ്വീകരിച്ചവരാണ്. അദ്ദേഹം പറയുകയാണ്, മിൻഹും മൻ യഅബുദുൽ മലായിക, മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വമിൻഹും മൻ യഅബുദുൽ അംബിയാ വസ്സാലിഹീൻ, അംബിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വമിൻഹും മൻ യഅബുദുൽ അശ്ജാറ വൽ അഹ്ജാർ, കല്ലുകളെയും മരങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വമിൻഹും മൻ യഅബുദു ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ സ്വീകരിച്ചവരിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖാതലഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഫർരിഖ് ബൈനഹും, അവരോടെല്ലാം ഒരേപോലെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോരാടിയത്. അവർക്കിടയിൽ എന്ത് കൽപ്പിച്ചിരുന്നില്ല? വേർതിരിവ് കൽപ്പിച്ചിട്ടില്ല. അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും വിളിക്കുന്നത് അത് ശിർക്കല്ല, അവർ മാറി നിൽക്കുക. ബാക്കിയുള്ളവർ അതാണ് ശിർക്ക്. അങ്ങനെ അവർക്കിടയിൽ വേർതിരിവ് കൽപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ ചെയ്ത പ്രവർത്തനം എന്താണ്? അതായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയിരുന്നത്. അപ്പോൾ അവരുണ്ടാക്കുന്ന ഈ ശുബ്ഹത്ത്, അതിനുള്ള മറുപടി പണ്ഡിതന്മാർ പറയുകയാണ്. ഒന്നാമതായി, അവർക്ക് ശിർക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് ശിർക്ക് എന്ന് മനസ്സിലായിട്ടില്ല. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ സ്വതന്ത്രനായി മറ്റൊരു ആരാധ്യനുണ്ടായിരിക്കണം എന്നതാണ് ശിർക്ക് എന്നാണ് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. ചില ആളുകളോ അള്ളാഹുവിന് പുറമെ കല്ലുകൾ, മരങ്ങൾ, അതുപോലെ ജീവനില്ലാത്ത നിർജീവമായ മറ്റു വസ്തുക്കൾ, അവയെ ആരാധിക്കലാണ് ശിർക്ക് എന്നാണ് ചില ആളുകൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനോട് ചോദിക്കുകയാണ്, അയ്യു ദംബി അഅ്ദം, ഏറ്റവും ഗുരുതരമായ വലിയ പാപം ഏതാണ്? റസൂലുള്ളാഹി പറയുകയാണ്, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അല്ലാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കലാണ് ശിർക്ക്. അതാണ് ഏറ്റവും വലിയ പാപം. ശിർക്കിന്റെ നിർവചനമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, തസ്വിയതു ഗൈരില്ലാഹി ബില്ലാഹ് ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്, അല്ലാഹുവിന് അവകാശപ്പെട്ട കാര്യത്തിൽ, അല്ലാഹുവിന് മാത്രമുള്ള കാര്യങ്ങൾ, അതിൽ സൃഷ്ടികളെ പങ്കുവെക്കുക, അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരെ അതിൽ പങ്കു ചേർക്കുക, അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ശിർക്കിന്റെ യാഥാർത്ഥ്യം ഇതാണ്. എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ്
ഷിർക്കിനെ അതിൻ്റെ ചില രൂപങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുക. അള്ളാഹുവെ പോലെ സ്വതന്ത്രനായ മറ്റൊരു ഇലാഹുണ്ട് എന്നെങ്ങനെ അത് മാത്രമാണ് ഷിർക്ക് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? അതല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ നിർജീവ വസ്തുക്കൾ അവരെ ഇലാഹായി സ്വീകരിക്കൽ മാത്രമേ ഷിർക്ക് എന്നെങ്ങനെയാണ് നമുക്ക് പരിമിതപ്പെടുത്താൻ കഴിയുക? അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാർ അത് വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് ആ പ്രവർത്തനത്തിൻ്റെ ഹുക്കുമിൽ അതിൻ്റെ വിധിയിൽ മാറ്റമുണ്ടാവുകയില്ല. അതൊക്കെ എല്ലാത്തിനും ഒരു ഹുക്കുമ് തന്നെയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകിയാൽ അത് ശിർക്കാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ മഖ്ലൂഖാത്ത് വഇൻ അലത് റുത്ബതുഹു ഫഇന്നഹു ലാ യസ്തഹിഖുൽ ഇബാദ. സൃഷ്ടികൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്ര തന്നെ ഉയർന്ന പദവിയുള്ളവരാണെങ്കിലും അവർ ഇബാദത്തിൻ്റെ ഒരു കണിക പോലും നൽകപ്പെടാൻ അവർ അർഹരല്ല. അവർ എത്ര തന്നെ ഉന്നത പദവിയിലുള്ളവരാണെങ്കിലും ശരി. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സലാസത്തുൽ ഉസൂൽ അതിൽ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യർദ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസൽ. അള്ളാഹു അവരിൽ പങ്കു ചേർക്കുന്നത് ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അത് അള്ളാഹുവിൻ്റെ പക്കൽ സാമീപ്യം സൃഷ്ടിച്ച മലക്കുകളാകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകന്മാരാകട്ടെ, ആരെയും പങ്കു ചേർക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമല്ല. പണ്ഡിതന്മാർ മറ്റൊരു കാര്യം പറയുകയാണ്, ലാ യുൻദറു ഫിശ്ശിർകി അദമതു മൻ അശ്റക്ത ബിഹി. നീ അള്ളാഹുവിൽ പങ്കു ചേർത്തു, നിന്റെ ആ ശിർക്ക്, അതിൽ നീ പങ്കു ചേർത്ത ആളുകൾ അവരുടെ മഹത്വം അള്ളാഹു നോക്കുന്നില്ല, മറിച്ച് നിന്റെ പ്രവർത്തനമാണ് നോക്കുന്നത്. നീ ആരെ പങ്കു ചേർത്തു, അവരുടെ സ്ഥാനമോ അവരുടെ പദവിയോ ഒന്നും അവിടെ പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇവർ ഷിർക്കിനെ അതിൻ്റെ ചില രൂപങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ആളുകൾ, അവർക്കുള്ള രണ്ടാമത്തെ മറുപടിയായി പണ്ഡിതന്മാർ പറയുകയാണ്, അവർ പറഞ്ഞിട്ടുള്ള ആ വാദം അതെന്താണ്? അത് യാഥാർത്ഥ്യത്തോട് യോജിക്കാത്തതാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകൾക്കെതിരാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുള്ള ആ ജനവിഭാഗം അവർ വെറും വിഗ്രഹങ്ങളെ മാത്രം ആരാധിച്ചവർ മാത്രം ആയിരുന്നില്ല. അവർ അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു, മലക്കുകളെ വിളിച്ചവരുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതായി കാണാം, മഹാനായ ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുകയാണ്, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, ഈസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അള്ളാഹു ചോദിക്കും, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും നിങ്ങൾ ഇലാഹാക്കിക്കൊള്ളൂ എന്ന് താങ്കൾ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ചോദിക്കും. അപ്പോൾ ഈസാ നബിയെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, മക്കയിലുണ്ടായിരുന്ന ആളുകൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആരാധ്യന്മാർ അവരെങ്ങനെയുള്ളവരാണ്? ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവർ അവരുടെ രക്ഷിതാവിലേക്ക് അള്ളാഹുവിലേക്ക് അവർ സാമീപ്യം തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കാം എന്നതിനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നവരാണ് അവർ വിളിച്ചു തേടപ്പെടുന്ന ആളുകൾ. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ ആയത്ത് അവതരിച്ചത് ആരുടെ വിഷയത്തിലാണ്? കാനൂ യഅ്ബുദൂനൽ ജിന്ന വസ്സാലിഹീൻ. ജിന്നുകളെയും അതുപോലെ സ്വാലിഹീങ്ങളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ആയത്തുകൾ കാണാം. മലക്കുകളെ വിളിച്ചവരുണ്ട്, അമ്പിയാക്കന്മാരെ വിളിച്ചവരുണ്ട്, അതുപോലെ ജിന്നുകളെ വിളിച്ചവരുണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർ പറയുന്ന ആ വാദം എന്തെല്ലാം അത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ തൗഹീദ് റുബൂബിയത്ത് അംഗീകരിച്ചിരുന്നു. എന്നിട്ടും അവർ ശിർക്ക് ചെയ്യാനുള്ള രണ്ട് ന്യായങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നീട് അവർ പറയുന്നത് ഞങ്ങൾ സാലിഹീങ്ങളെയാണ് വിളിക്കുന്നത്, അവർ വിഗ്രഹങ്ങളെയും കല്ലുകളെയുമാണ്. അതിനുള്ള മറുപടിയും പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് റഹിമഹുല്ലാഹ് അവസാനമായി പറയുകയാണ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരെക്കാൾ കടുത്ത ശിർക്കാണ് ഈ കാലഘട്ടത്തിലുള്ള ആളുകളിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അന്ന മുശ്രികീ സമാനിന അഗ്ലദു ശിർകൻ മിനൽ അവ്വലീൻ. ആദ്യകാലക്കാരായ മുശ്രിക്കുകൾ അവരെക്കാൾ കടുത്ത ശിർക്കിലാണ് ഇന്നത്തെ ആധുനികരായ മുശ്രിക്കുകൾ, ശിർക്കിൻ്റെ ആളുകൾ, ശിർക്കിൻ്റെ വക്താക്കൾ. എന്നിട്ട് അതിനുള്ള ഒരു ഉദാഹരണം, ഒരു കാരണം ഷെയ്ഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്. ആദ്യകാലക്കാർ അവർ
അവർക്ക് വല്ല പ്രയാസവും വരുമ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. എന്നാൽ അവരുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോയാൽ അവർ അള്ളാഹുവിൻ്റെ കൂടെ മറ്റുള്ള ആരാധ്യന്മാരെയും പങ്കുചേർക്കും. ഇത് വിശുദ്ധ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹു പറഞ്ഞതായി കാണാം, ഫഇദാ റകിബു ഫിൽ ഫുൽകി, അവർ ബഹുദൈവാരാധകർ മുശ്രിക്കുകൾ അവർ കപ്പലിൽ കയറിയാൽ, അങ്ങനെ കാറ്റും കോളിളക്കവുമൊക്കെ വന്നാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. ഇത് അള്ളാഹു പറയുകയാണ്, ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, നാം അവരെ കരയിലേക്ക് എത്തി അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇദാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അപ്പോൾ പ്രയാസഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ആളുകൾ അള്ളാഹുവിനോടായിരുന്നു തേടിയിരുന്നത്. എന്നിട്ട് ശൈഖ് പറയാണ്, ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ അവർ പ്രയാസഘട്ടത്തിലും അതല്ലാത്ത സന്ദർഭത്തിലും രണ്ട് ഘട്ടത്തിലും അവർ അള്ളാഹു അല്ലാത്തവരെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. നമ്മുടെ നാട്ടിൽ വലിയൊരു തങ്ങൾ അദ്ദേഹം പറഞ്ഞില്ലേ, ആടി വിലയുന്ന കപ്പൽ, ആ സന്ദർഭത്തിലും നമുക്കാരാണ് രക്ഷ? ബദരീങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത നാട്ടിൽ ഒരു വീട് തീപിടിച്ച സന്ദർഭത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബദരീങ്ങളെ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരിലേക്കാണ് അവരുടെ മനസ്സുകൾ എത്തിപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ഉമ്മത്തിലെ ചില ആളുകൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇനി ഈ കാലഘട്ടത്തിലെ ശിർക്കിൻ്റെ വക്താക്കൾ, അവരുടെ ശിർക്ക് അത് ഗൗരവമാണ്, മുൻകാലക്കാൾ ഗുരുതരമാണ് എന്നറിയിക്കാനുള്ള രണ്ടാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുകയാണ്, മുൻപുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവോടൊപ്പം വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ആരെയാണ്? അമ്പിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും അതുപോലെ പുണ്യം പ്രതീക്ഷിക്കപ്പെടാവുന്ന കല്ലുകളെയും മരങ്ങളെയും ഒക്കെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ അവർ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആരെയാണ്? മുസ്ലിമാണോ എന്ന് പോലും അറിയില്ല, ഊരും പേരും അറിയാത്തവരുണ്ട്. അതുപോലെ മുസ്ലിമാണോ എന്നറിയാത്ത ആളുകൾ അവരുടെ ജാറത്തിന് വേണ്ടി, അവരുടെ മക്ബറയ്ക്ക് വേണ്ടി അടിപിടി കൂടിയവരുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യാൻ ഖമറുൽ ഉലമമാരും ശംസുൽ ഉലമമാരും ഒക്കെ അടിപിടി കൂടിയ നാടാണ് നമ്മുടെ നാട്. ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകണം. അത്രയും ഗുരുതരമായ ശിർക്കിലാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് ഓർമ്മ വേണം. അതുപോലെ നമസ്കരിക്കാത്ത, റമദാനിൽ നോമ്പെടുക്കാത്ത, നോമ്പെടുത്തവരെ കൊണ്ട് നോമ്പ് മുറിപ്പിക്കുന്ന, ലഹരി വസ്തുക്കൾ യഥേഷ്ടം ഉപയോഗിക്കുന്ന, സ്ത്രീകളുമായി ഇടപഴകുന്ന, ബുദ്ധിയില്ലാത്ത കുഫറിൻ്റെ വാക്കുകൾ പറയുന്ന, അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരെയൊക്കെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. എത്ര വൃത്തികെട്ട ആളുകളാണ്! എന്നിട്ട് അവരെ പരിചയപ്പെടുത്തുന്നതോ അവരാണ് മശായിഖന്മാർ, അവരാണ് കുതുബുൽ ആലം, ലോകത്തിൻ്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ് എന്നൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ അവർ അള്ളാഹുവിന് പുറമെ പങ്കുചേർക്കപ്പെടുന്ന ആരാധ്യന്മാർ അവർ ദീനുമായി ബന്ധമില്ലാത്തവരാണ്. അത് അവരുടെ ശിർക്കിൻ്റെ ഗൗരവത്തെ കൂട്ടുന്ന കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുകയാണ്, പ്രവാചകന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചപ്പോൾ ആ നാട്ടിലുള്ള മുശ്രിക്കുകൾ അവർ നബിയോട് എന്ത് പറഞ്ഞിരുന്നു? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ നമ്മൾ ഇതുവരെ ആരാധിച്ചു പോന്നിരുന്ന ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അതുപോലെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും അതുപോലെയുള്ള വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും എന്നവർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് പറഞ്ഞത്? മുഹമ്മദ് നബി അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ആരാധ്യന്മാരെയും നീ ഒന്നാക്കിയിരിക്കുകയാണോ? ഇത് വളരെ അത്ഭുതമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എങ്ങനെയാണ്? അതുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ കൂട്ടാക്കിയില്ല നബിയുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ശിർക്കിൻ്റെ ആളുകൾ അവരെന്ത് പറയുന്നു? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിൻ്റെ ആളുകളാണ് എന്ന് പറയുകയും എന്നിട്ട് ആ തൗഹീദിൻ്റെ നേരെ ഘടകവിരുദ്ധമായ ശിർക്ക് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ ശിർക്കിൻ്റെ ഗൗരവത്തെ ഉണർത്തുന്ന മൂന്നാമത്തെ കാരണമാണ്. അവസാനത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുകയാണ്, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരുടെ ശിർക്ക് ഏതിലായിരുന്നു? തൗഹീദുൽ ഉലൂഹിയത്തിലായിരുന്നു. തൗഹീദുൽ ഉലൂഹിയ നാം പറഞ്ഞു, അള്ളാഹുവിനുള്ള ഇബാദത്തിലായിരുന്നു അവർ ശിർക്ക് വെച്ചിരുന്നത്. റുബൂബിയത്തിൽ അത്ര തന്നെ ശിർക്കുണ്ടായിരുന്നില്ല. എന്നാൽ പിൽക്കാലക്കാരുടെ ശിർക്ക് അത് റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ വസിഫാത്തിലും എല്ലാത്തിലുമുണ്ട്. അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, കുപ്പിക്കകത്തുള്ള വസ്തുവെ പോലെ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് അറിയും, എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം നൽകും എന്നൊക്കെ അള്ളാഹുവിന് നൽകേണ്ട വിശേഷണങ്ങൾ. അതുപോലെ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ ഇതിലൊക്കെ അള്ളാഹുവിനെ പങ്കുചേർക്കുന്ന ഒരു വിഭാഗത്തെയാണ് പിൽക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പടച്ചോൻ ആരാണ്?
CM ആണ് ഞങ്ങളുടെ പടച്ചോൻ എന്നുവരെ അവസാനം അവർ പാടി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശിർക്കിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കുകയും ഈ പറയപ്പെട്ട 4 ഖാഇദകൾ, അടിസ്ഥാനങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണം. തൗഹീദ് അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത് പഠിക്കണം. ഒരാൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ഖാഇദകൾ വെച്ചുകൊണ്ട് നാം അവരെ അതിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്, പ്രബോധനം ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും തൗഹീദിലായി മരണം വരെ നിലകൊള്ളുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.